വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൽ തന്നെ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്, ഹൗ ടു സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി. ഓക്കെ, it is clear that from the name variable separable, let's go to an example. If we have a differential equation dy by dx is equal to minus y by x. Okay, is it first order? Yes, because ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് വൈയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇതെന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്, ഫസ്റ്റ് ഡിഗ്രിയും ആണ്. കാരണം അതിന്റെ ഡിഗ്രി എത്രയാണ്? ഇതിന്റെ ഡിഗ്രി 1 ആണ്, അല്ലെ? അപ്പൊ നമുക്കിത് എങ്ങനെ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. dy by dx is equal to minus y by x. ഇപ്പൊ വേരിയബിൾസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ്, അല്ലെ? അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പൊ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ് വേരിയബിളിനെ ഒരു ഭാഗത്തും വൈ വേരിയബിളിനെ ഒരു ഭാഗത്തുമായിട്ട് മാറ്റുക. അപ്പൊ dy divided by y is equal to minus dx divided by x. ഓക്കെ, ഇത് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. What is 1 by y? Integral 1 by y, that is ln y is equal to minus ln x plus c. Okay, so this is the solution of this particular differential equation. Okay, if suppose we have given a condition that y of 1 is equal to 1, then just put this value in this equation and we can find the constant of integration c. This condition gives that at x is equal to 1, then which implies also y is equal to 1. Then substitute in this equation, we will get ln 1 is equal to minus ln 1 plus c. ln 1 is 0, ln 1 is 0 plus c, which implies c is equal to 0. Put this value in this, we will get ln y is equal to, ln x plus 0. That is ln y plus ln x equal to 0. This ln a plus ln b is ln ab. This ln xy is equal to 0. Okay, then we have to just exponential this equation, then e raised to integral e raised to ln xy is equal to e raised to 0. E raised to integral xy is simply xy. E raised to 0 is 1. Then y is equal to 1 by x. This is the solution of this particular differential equation. We can simplify it in any order, any manner. Okay, if we given any condition that y of 1 or y of 2 etc. equal to some constant, then we can find the integration constant c. This is the variable separable method. In this method നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡിൽ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുക, പിന്നെ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കോംപ്ലിക്കേഷൻ ആയിട്ടൊന്നും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. എപ്പോഴും ആലോചിക്കേണ്ടത് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിലൂടെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. CSIR നെറ്റിലും എക്സാം ഇതിന്ന് ക്വസ്റ്റ്യൻസ് കാണും. 2015 ഒരു ക്വസ്റ്റ്യൻ ആണ്. നെറ്റ് 2015. We have question is like this: dx by dt is equal to 2 root 1 minus x square, x of 0 is equal to 0. Okay, let me check how to solve this problem. First of all, it is a first order differential equation with the first degree. അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് ഇത് വേരിയബിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ.
വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും dx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 dt. അപ്പോൾ നമുക്ക് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇന്റഗ്രേഷൻ, അപ്പം നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, എന്താണ് ഇന്റഗ്രേഷൻ എങ്ങനെ ചെയ്യുക എന്ന്. ബാക്കിയെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പൊ ഇന്റഗ്രൽ ദിസ് ടേം ഈസ് dx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഈ ഒരു ഇന്റഗ്രേഷൻ മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. സ്റ്റാൻഡേർഡ് ആയിട്ട് അറിയാവുന്നവർക്ക് അത് തന്നെ അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇവിടെ പുട്ട് x is equal to sin theta. Okay, dx എന്ത് കിട്ടും, cos theta d theta. ജസ്റ്റ് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇന്റഗ്രൽ this dx ന്റെ പകരം എന്ത് വരും, cos theta d theta divided by this root of 1 minus sin square theta അല്ലെ. Which is equal to integral cos theta d theta divided by 1 minus cos square theta is sin square theta. Root sin square theta. Sorry, 1 minus sin square theta is cos square theta. Root cos square theta is cos theta. This cos theta cancel, which is integral d theta. Which is equal to d theta is nothing but theta plus c. How will you find theta? Theta is nothing but sin inverse x. So therefore this solution is sin inverse x plus c. Okay. Right, left side നമ്മൾ ചെയ്തപ്പോൾ എന്ത് കിട്ടി, sin inverse x plus c. Okay. So നിങ്ങൾക്ക് sin inverse x plus c എന്ന് ഡയറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ ഇതെന്താണ്, സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ 2t പ്ലസ് സി. നമുക്ക് അവിടെ ബൗണ്ടറി വാല്യൂ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0. അറ്റ് t ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഓൾസോ ഇസ് ഈക്വൽ ടു 0. അപ്പൊ സൈൻ ഇൻവേഴ്സ് 0 is equal to 2 into 0 plus c, which implies c is equal to 0. Okay. അപ്പൊ c ഇവിടെ 0 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇറ്റ് വിൽ ഇംപ്ലൈ sin inverse x is equal to 2t or x is equal to sin 2t. This is the equation or this is the solution of this particular differential equation. Okay. It is a previous year question. 2015 നെറ്റിന് ചോദിച്ചൊരു എക്സാം ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻ ഫിസിക്കൽ സയൻസ്. ഓക്കെ. Next question. X dy by dx plus cot y is equal to 0. Y is equal to pi by 4 and x is equal to root 2. Sorry, and x is equal to root 2. This is the question. Now we have to check whether it is first order, first degree. As dy by dx, so it is first order and it is power is 1, so it is first order, first degree differential equation. Then we have to check whether it can be variable separable or not. X dy by dx is equal to minus cot y. Okay. Then dy divided by cot y is equal to minus dx divided by x. Okay, just integrate this. This integral dy 1 by cot is tan. So let's write it as
tan y dy is equal to minus integral dx by x. How to solve this? If you know the direct substitution, you can solve it, but I will write the steps how to find this integral. We can just substitute sin y divided by cos y dy, and put by a substitution cos y is equal to u, then minus sin y dy is equal to du, and integral this minus du divided by u. Okay, simply ln u minus ln u plus c, which is equal to minus ln u is minus ln u means cos y plus c. Okay, so just അത് നമ്മൾ ഇവിടെ substitute ചെയ്താൽ മതി. Then we can proceed it by minus ln cos y, okay, is equal to minus ln x plus c, the constant of integration c. Then we have to put this boundary condition, that is at y is equal to pi by 4 and x is equal to O to 2. It is minus ln cos pi by 4 is equal to minus ln O to 2 plus c. That is c is equal to ln root 2 minus ln, what is cos pi by 4? Cos pi by 4 is 1 by root 2. 1 by root 2. What is ln a minus ln b? Ln a divided by b. Okay, then ln root 2 into 1 root 2 by 1. Okay, that is ln 2. Then c is ln 2. Then substitute this value of c in this particular equation, we will get the solution. Okay, I will erase this part. That is minus ln cos y minus ln cos y is equal to minus ln x plus ln 2. Okay, then we can just by rearranging this ln cos y, ഇത് സിംപ്ലിഫൈ ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ln y is equal to ln x minus ln 2. ഒരു മൈനസ് കൊണ്ട് ഹോൾ മൾട്ടിപ്ലൈ ചെയ്തു, മൾട്ടിപ്ലൈയിങ് ബൈ minus 1. Okay, ln cos y is equal to ln x minus ln 2. Then we will get ln cos y is equal to, this is ln x by 2. Log a minus log b is log a by b. Okay, then just exponential both terms. Then this cos y is equal to, this is x by 2. Then which is implies y is equal to cos inverse x by 2. This is our solution. Y is equal to cos inverse x by 2. Okay. In this variable separable method, it is so simple, and we have to think two conditions. That is, it must be first order and first degree, and we have to know how to integrate. Okay.